നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അച്ഛൻ്റെ വെടിയേറ്റ ബാലൻ പ്രവാസികളെ കണ്ണീരിലാഴ്ത്തി മരണത്തിന് കീഴടങ്ങി. അവയവം പകുത്തു നൽകി ജീവനായത് 3 പേർക്ക്. വാർത്തയിലേക്ക്. അവയവദാനത്തിന്റെ മഹത്വവുമായി അവയവദാനം മഹാദാനം എന്ന മുദ്രാവാക്യമുയർത്തി പ്രവാസികളുടെ മനസ്സിൽ ഇടം നേടിയ ബാലനാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. മുയലുകളെ വേട്ടയാടുന്നതിനിടയിൽ പിതാവിന്റെ തോക്കിൽ നിന്നുള്ള വെടിയേറ്റ് 9 വയസ്സുകാരന് ദാരുണ അന്ത്യം. കുടുംബാംഗങ്ങളും ഒരുമിച്ച് താങ്ക്സ് ഗിവിംഗ് ദിനത്തിൽ സ്പ്രിംഗ് ഫീൽഡിൽ വേട്ടയാടുന്നതിനിടയിലുണ്ടായ ദയനീയ അപകടമാണിതെന്ന് സൗത്ത് കാരോലൈന നാച്ചുറൽ റിസോഴ്സസ് വക്താവ് റോബർട്ട് മക്കള പറഞ്ഞു. 6 മുതിർന്നവരും 2 കുട്ടികളുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. സംഭവം നടക്കുമ്പോൾ ഇവർ ഫീൽഡിന് പുറത്തായിരുന്നു. പോലീസ് വിദഗ്ധമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വെടിയേറ്റു മരിച്ച ബാലൻ കോൾട്ടൺ വില്യംസ് 4ാം ഗ്രേഡ് വിദ്യാർത്ഥിയായിരുന്നു. വേട്ടയാടുന്നതിൽ വളരെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന കുട്ടി പിതാവിനോടൊപ്പം ഫിഷിങ്ങിന് പോകുക പതിവായിരുന്നു. ജീവിതത്തിൽ നല്ല ദിനങ്ങളും ചീത്ത ദിനങ്ങളുമുണ്ട്. ഇന്ന് ഞങ്ങളുടെ ചീത്ത ദിനമാണ്, പക്ഷേ ആ ദിനത്തെ അവിസ്മരണീയമാക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്, കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ മരിച്ചുവെങ്കിലും മറ്റുള്ളവർക്ക് അവനിലൂടെ പുതിയൊരു ജീവിതം കിട്ടുമെങ്കിൽ അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അതുകൊണ്ടാണ് 3 കുട്ടികൾക്ക് ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങൾ ദാനം ചെയ്യാൻ അവർ തീരുമാനിച്ചത്. വിൽസൺ ബ്ലൂ ഡെവിൾസ് ജൂനിയർ ലീഗ് കളിക്കാരൻ കൂടിയാണ് വില്യം. അവയവദാനം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. രോഗബാധ മൂലമോ അപകടം മൂലമോ മരുന്നുകൊണ്ടോ മറ്റ് ശസ്ത്രക്രിയാ രീതികൾ കൊണ്ടോ ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത വിധത്തിൽ അവയവങ്ങൾ നാശത്തിന്റെ വക്കിലെത്തുമ്പോൾ അവയവം മാറ്റിവയ്ക്കൽ മാത്രമാണ് ഏക പോംവഴി. നേത്രപടലം, വൃക്ക എന്നിവയുടെ മാറ്റിവയ്ക്കലാണ് കൂടുതലായി നടക്കുന്ന അവയവ മാറ്റങ്ങളെങ്കിലും ഹൃദയം, കരൾ, ശ്വാസകോശം, ആഗ്നേയ ഗ്രന്ഥി, ചെറുകുടൽ എന്നിവയും മാറ്റിവയ്ക്കാവുന്നതാണ്. പക്ഷേ ഇവയുടെ ആവശ്യകതയും ലഭ്യതയും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇതിനു കാരണം അവയവദാനത്തെക്കുറിച്ചും അവ മാറ്റിവയ്ക്കുന്നതിനെ കുറിച്ചുള്ള അറിവിന്റെ അഭാവവുമാണ്. ജീവിച്ചിരിക്കുമ്പോഴോ മരിച്ചതിന് ശേഷമോ അവയവം ദാനം ചെയ്യാം. പ്രായം, വർണ്ണം, ലിംഗം എന്നിവ കണക്കിലെടുക്കാതെ ആർക്കും അവയവങ്ങളോ കോശങ്ങളോ ദാനം ചെയ്യാം. 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണെങ്കിൽ മാതാപിതാക്കളുടെയോ രക്ഷകർത്താവിന്റെയോ അനുമതി നിർബന്ധമാണ്. അവയവങ്ങൾ വൈദ്യശാസ്ത്രപരമായി യോജിച്ചതാണോ എന്ന് മരണസമയത്ത് തീരുമാനിക്കും. ജീവിച്ചിരിക്കുന്നവർക്ക് 2 വൃക്കകളുള്ളതിൽ ഒരെണ്ണം, ആഗ്നേയ ഗ്രന്ഥിയുടെ ഒരു ഭാഗം, കരളിന്റെ ഒരു ഭാഗം എന്നിങ്ങനെ കുറച്ച് അവയവങ്ങൾ മാത്രമേ ദാനം ചെയ്യാനാകൂ. മറിച്ച് മസ്തിഷ്ക മരണം സംഭവിച്ചവരിൽ ഹൃദയം ഉൾപ്പെടെയുള്ള എല്ലാ അവയവങ്ങളും ദാനം ചെയ്യാവുന്നതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.